ചില പരിഹാരം ലഭിക്കാൻ സ്വർഗമിടയാകട്ടെ. അല്പനേരം ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗമായി പാൻ ആഗ്രഹിക്കുന്നു. യോബിന്റെ പുസ്തകം 32 അധ്യായം 19 വേദഭാഗം. യോബിന്റെ പുസ്തകം 32 അധ്യായം 19 വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. എന്റെ ഉള്ളം അടച്ചുവെച്ച വീഞ്ഞ് പോലെ ഇരിക്കുന്നു. അത് പുതിയ തുരുത്തികൾ പോലെ പൊട്ടുമാറായിരിക്കുന്നു. ഒന്നുകൂടെ ഭാഗം വായിച്ചാട്ടെ. എന്റെ ഉള്ളം അടച്ചുവെച്ച വീഞ്ഞ് പോലെ ആയിരിക്കുന്നു. അത് പുതിയ തുരുത്തികൾ പോലെ പൊട്ടുമാറായിരിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കഷ്ടതകൾ അനുഭവിച്ച, പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ഭക്തനായിരിക്കുന്ന യോബിന്റെ വാക്കുകളാണ് ഇന്ന് രാത്രി നാം വായിച്ചു കേൾക്കപ്പെട്ടത്. അത് പ്രത്യാശയുടെ ആമേൻ സ്തോത്രം വാക്കുകളാണ്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് പുതുവീഞ്ഞ് എന്ന് കേൾക്കുമ്പോഴും, ആമേൻ ഹല്ലേലൂയ, തുരുത്തി എന്ന് കേൾക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ ഓടി വരുന്ന ഒരു വാക്യമുണ്ട്. സ്തോത്രം. മത്തായി സുവിശേഷം 9 അധ്യായം അതിന്റെ 17 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ സ്തോത്രം. മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് 9 അധ്യായം അതിന്റെ 17 വേദഭാഗം. മത്തായി സുവിശേഷം 9 അധ്യായം അതിന്റെ 17 വേദഭാഗം. പുതുവീഞ്ഞ് പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുകയില്ല. പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വെക്കുകയുള്ളൂ. അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. സ്തോത്രം. വീഞ്ഞും തുരുത്തിയെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ ഓടി വരുന്ന, നമ്മുടെ ഓർമ്മയിൽ ഓടി വരുന്ന ഒരു ഭാഗമാണ് പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന വേദഭാഗം. സ്തോത്രം, ഹല്ലേലൂയ. രണ്ടും ഭദ്രമായിരിക്കും. വീഞ്ഞും തുരുത്തിയും ഇത് രണ്ടും ഭദ്രമായിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവം ചിലരെ ഭദ്രമായി സൂക്ഷിക്കുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം സുഖഭദ്രമായി നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ കരുതലുകൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എന്റെയും നിങ്ങളുടെയും മേൽ പ്രകാശിക്കുവാൻ ഇടയാകേണ്ടതിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള 2 വിഷയമാണ് ഉപവാസവും, ആമേൻ ഹല്ലേലൂയ, പ്രാർത്ഥനയും. അതോടൊപ്പം തന്നെ ആതുര സേവനവും. ആമേൻ ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, അത് അർത്ഥം ചാരിറ്റി വർക്കുകൾ. ആമേൻ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. താൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, ആമേൻ ഹല്ലേലൂയ, ശ്രദ്ധിക്കുക. ആമേൻ സ്തോത്രം. തങ്ങൾ സഹായിക്കുന്നത്, ആമേൻ ഹല്ലേലൂയ, 10 പേർ, 100 പേർ, 1000 പേർ അറിയണമെന്നാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. സ്തോത്രം. ദൈവം പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും സഹായിച്ചാൽ അതിനെക്കുറിച്ച് പ്രശംസ ചെയ്യാൻ പാടില്ലല്ലേ? ആമേൻ ഹല്ലേലൂയ. ഇടം കൈയോട് ചെയ്യുന്നത് വലം കൈ അറിയരുത്. പക്ഷെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. സ്തോത്രം, ഹല്ലേലൂയ. വലം കൈ കൊണ്ട് ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. പക്ഷെ യഹൂദന്മാരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ആമേൻ സ്തോത്രം. അവർ ഒരു കാര്യം ചെയ്താൽ 10 പേരെ അറിയിച്ചിട്ട് ഒരു കാര്യം ചെയ്തു. നമ്മുടെ ഇടയിലും അങ്ങനെയുള്ളവരില്ലേ? നമ്മുടെ ദേശത്ത് അങ്ങനെയുള്ളവരില്ലേ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ, അവർ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നവരാണ്. ആമേൻ ഹല്ലേലൂയ. അവർ ആതുര സേവനങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷേ അവർ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ ചില നിർണായകമായ ചില ഘട്ടങ്ങൾ കടന്നു വന്നപ്പോൾ ആമേൻ ദൈവിക ഉപദേശങ്ങൾ വിട്ട് മറ്റൊരു പുതിയ ഉപദേശത്തിന്റെ പിറകെ കടന്നു പോകുന്ന ഒരു കാഴ്ച, ഭയാനകമായ ഒരു കാഴ്ച കാണുവാൻ ഇടയാത്തുന്നു. സ്തോത്രം. അപ്പോഴാണ് ആമേൻ ഹല്ലേലൂയ ഈ വാക്യം ഉച്ചരിക്കുന്നത്. അതിന്റെ 16 വേദഭാഗം വായിച്ചാൽ 9:16.
കോടിത്തുളി കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല. തുന്നി ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും. സ്തോത്രം. ശ്രദ്ധിക്കണമേ, പുതിയ വസ്ത്രത്തെ പഴയ തുണിയുമായി ഒരിക്കലും യോജിപ്പിക്കുകയില്ല. സ്തോത്രം. പുതിയ വീഞ്ഞിനെ പഴയ തുരുത്തിയിൽ വെക്കുകയുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, വീഞ്ഞിനെ പകർന്നു വെക്കുവാൻ തുരുത്തിയും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, ആമേൻ, വീഞ്ഞിന്റെ പ്രശ്നം, തുരുത്തിയുടെ പ്രശ്നം അകത്താണെങ്കിൽ, ആമേൻ, വസ്ത്രത്തിന്റെ പഴയ തുണിയും പുതിയ തുണിയുടെ വിഷയം അത് പുറത്താണ്. അതിനർത്ഥം അകത്തെയും പുറത്തെയും ഒരുപോലെ കാണുന്നൊരു ദൈവം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. പുറത്തെ വിഷയവും അകത്തെ വിഷയവും ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവം പരിഹരിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. പഴയതും പുതിയതുമായത്, ആമേൻ, സ്തോത്രം, ഒരു കാരണവശാലും ഒത്തുചേരുകയില്ല. പഴയതും പുതിയതും ഒരു കാരണവശാലും യോജിച്ചു പോകുകയില്ല. പഴയ ജീവിതം വെച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഇത് ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അത് വലിയ തകർച്ചയിൽ കൊണ്ടെത്തിക്കുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. നമുക്ക് ആവശ്യം പുതിയ ജീവിതമാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു പുതുക്കത്തിന്റെ, മാനസാന്തരത്തിന്റെ, ഒരു വിടുതലിന്റെ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഒരു ജീവിതമാണ് നമുക്ക് ആവശ്യം. അതെങ്ങനെ പ്രാപിക്കുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ദൈവവചനത്താൽ, പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ പരീശന്മാരും ഒരുപാട് പേരുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യോഹന്റെ ശിഷ്യന്മാരും പരീശന്മാരും ഒരുപാട് ഉപവസിക്കുന്നവരാണ്. അവന് ഉപവസിക്കുന്നവർക്ക്, ഹല്ലേലൂയ, ഉപവസിക്കാത്തവരെക്കോടൊരു പുച്ഛം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അങ്ങനെ അവർ ആയിരിക്കുന്ന ഒരു മേഖലയിൽ ആണ്, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, അവൻ യേശു മണവാളനെ കണ്ടിട്ട് യേശുവിനോട് ചെന്ന് ഒരു കാര്യം പറയുകയാണ്. ആമേൻ. നിന്റെ ശിഷ്യന്മാരും, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അവരെ ആരും ഉപവസിക്കുന്നത് എന്തുകൊണ്ട്? അതിന്റെ 15ാമത് വാക്യം വായിച്ചാട്ടെ. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകുന്ന നാൾ വരും. അന്ന് അവർ ഉപവസിക്കും. ആമേൻ. സ്തോത്രം. യഹൂദ മതത്തിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആമേൻ, സ്തോത്രം, എല്ലാം വീഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സ്തോത്രം. നമുക്കറിയാം, കാനാവിലെ കല്യാണത്തിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ഗ്രാമം മുഴുവനും, ആമേൻ, സ്തോത്രം, വിവാഹത്തിന്റെ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, പ്രൗഢിയിൽ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ പെട്ടെന്നാണ് വീഞ്ഞ് തീർന്നു പോയത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. മണവാളന്റെയും മണവാട്ടിയുടെയും, ആമേൻ, ഹല്ലേലൂയ, കൂടെ വേണ്ടപ്പെട്ട ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അവിടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, അവരെ വിളിക്കുന്ന പേരാണ് തോഴ്മക്കാർ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ചില പ്രതികൂല സാഹചര്യം കടന്നു വന്നപ്പോൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ശ്രദ്ധിക്കണമേ, അവിടെ വീഞ്ഞിന് കുറവ് ഒരുപാട്. സ്തോത്രം. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെ പറഞ്ഞു? നമ്മുടെ ഓർമ്മയിൽ വീഞ്ഞെന്ന് പറയുമ്പോഴും അവൻ തുരുത്തി എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്. പക്ഷേ ആമേൻ, സ്തോത്രം, ഇവിടെ നോക്കണമേ, അതിന് വ്യത്യസ്തമായ നിലകളിൽ ഒരു വചനം നമ്മൾ വായിക്കുകയുണ്ടായി. ആ വചനം എങ്ങനെയാണ്? ഇയ്യോബിന്റെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 19-ാമത് വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. എന്റെ ഉള്ളം അടച്ചു വെച്ചിരിക്കുന്ന വീഞ്ഞ് പോലെ ഇരിക്കുന്നു, അത് പുതിയ തുരുത്തി പോലെ പൊട്ടുമാറായിരിക്കുന്നു. സ്തോത്രം. ശ്രദ്ധിക്കണമേ, പഴയ തുരുത്തിയിൽ അടച്ചു വെച്ചിരിക്കുന്ന വീഞ്ഞ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, അത് തുരുത്തി പൊട്ടി പുറത്തു വരും. ആമേൻ. സ്തോത്രം. എന്നാൽ ആമേൻ, പഴയ തുരുത്തി, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അനങ്ങാതെ ഇരിക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, വീഞ്ഞ്. എന്നാൽ പുതിയ തുരുത്തിയുടെ പ്രത്യേകത, അത് ചലിക്കുവാനിടയായിത്തീരും. സ്തോത്രം. പഴയത് ഇന്ന് ഈ രാത്രിയിൽ ചലിക്കാതിരിക്കുമ്പോൾ പുതിയത് ചലിക്കും. ഇവിടെ പറയുക, എനിക്ക് പഴയ തുരുത്തി പോലെ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പഴയ വിഷയങ്ങളുമായി, നാറുന്ന വിഷയങ്ങളുമായി ഞാൻ
ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പുതിയ തുരുത്തിയാണ് എങ്കിൽ ആ തുരുത്തി പൊട്ടണമെങ്കിൽ ആ തുരുത്തിക്കകത്ത് ഒരു ചലനമുണ്ടാകണം, ഒരു ജ്വലനമുണ്ടാകണം. ഇന്ന് രാത്രിയിൽ ഒരു പുതിയൊരു ആരാധനയ്ക്ക് വേണ്ടി, ഒരു പുതിയൊരു ജീവിതത്തിന് വേണ്ടി ഈ 2025 7-ാം മാസത്തിന്റെ ആരംഭ ഞായറാഴ്ചയിൽ നിങ്ങൾ പറ, എനിക്ക് പഴയതുപോലെ ഇരിക്കുവാനല്ല, പഴയ ജീവിത ശൈലിയല്ല എനിക്ക് വേണ്ടത്, പകരമായി ഞാൻ ചലിക്കുവാൻ പോകുകയാണ്. അവൻ പുതിയൊരു ജീവിതത്തിന് വേണ്ടി പുതിയ തുരുത്തിക്കകത്ത് തുരുത്തി പൊട്ടുന്ന രീതിയിൽ ചലിക്കണം. അവൻ ആത്മീയ ആരാധന എന്ന് പറയുന്നത് അത് ചലനത്തിന്റെയും ജ്വലനത്തിന്റെയും ആരാധനയാണ്, ജീവൻ വെക്കുന്ന ആരാധനയാണ്. ഇന്ന് രാത്രിയിൽ ആ ആരാധനയ്ക്ക് വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് രാത്രി ആരും നിർജീവമായിരിക്കരുത്, ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കരുത്. പുതിയ തുരുത്തി ചലിക്കുവാനിടയാത്തി. പുതിയ തുരുത്തിയുടെ വീടിന്റെ പ്രത്യേകത ആമേ സ്തോത്രം, അത് ചലിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയങ്ങൾ അത് പഴയതാകട്ടെ പുതിയതാകട്ടെ, ഇന്ന് രാത്രിയിൽ പുതിയ തുരുത്തിയിലാണ് നിങ്ങളുടെ വിഷയം വെക്കുന്നുവെങ്കിൽ, പുതിയ തുരുത്തിയാകുന്ന ആരാധനയ്ക്കകത്താണ് നിങ്ങളുടെ വിഷയം കൈമാറുന്നുവെങ്കിൽ, അവ 2-3 പറഞ്ഞ നാമത്തിൽ കൂടി വരുന്നിടത്ത് ദൈവ സാന്നിധ്യത്തിനകത്താണ് നിങ്ങളുടെ വിഷയം ഹല്ലേലൂയ അത് വെക്കുകയാണ് എങ്കിൽ ആ വിഷയത്തെ നടുവെ ചലിക്കുവാനായിട്ട് ഇന്ന് രാത്രി ചലിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഹല്ലേലൂയ. നിങ്ങൾ എവിടെയായാലും ദൈവത്തിന്റെ ചലനം അവ ഞങ്ങൾക്ക് ആവശ്യമാണ്. ആരാധനയിൽ ഒരു ചലനം ആവശ്യമാണ്. എന്തെന്നറിയാമോ? ചില വിഷയങ്ങൾ പൊട്ടണം ഹല്ലേലൂയ, ചില തുരുത്തികൾ പൊട്ടണം, നിന്റെ മനക്കോട്ടകൾ പൊട്ടണം. അവ ഹൃദയത്തെ അടച്ചു വെച്ച ചില ചിന്താഗതികൾക്ക് മാറ്റം സംഭവിക്കുവാൻ സ്തോത്രം ആരാധന ആവശ്യമാണ്. ആരാധനയിലാണ് അവൻ ചിലത് പൊട്ടിമാറേണ്ടത്. ഇതുവരെയും പൊട്ടുകയില്ല എന്ന്, ഇതുവരെയും പുറത്തു വരികയില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് തുരുത്തിക്കകത്തിരിക്കുന്ന വീഞ്ഞ്, ആ തുരുത്തിക്കകത്തിരിക്കുന്ന വീഞ്ഞ് പുറത്തു വന്നാൽ മാത്രമേ ആ തുരുത്തിക്കകത്ത് ഉള്ള നന്മയെ, ആ തുരുത്തിക്കകത്തുള്ള വിഷയത്തെ, ആ തുരുത്തിയുള്ള മാധുര്യത്തെ, ആ തുരുത്തിക്കകത്തുള്ള സ്തോത്രം നിറത്തെ, തികവിനെ, പുഷ്ടിയെ, ആരോഗ്യത്തെ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. തുരുത്തിക്കകത്ത് പുതിയതാകട്ടെ പഴയതാകട്ടെ ആ തുരുത്തിക്കകത്ത് അടച്ചു വച്ചിരിക്കുമ്പോൾ അതിനകത്ത് എന്താണ് ഏതാണ് എന്ന് കാണുവാൻ നമുക്ക് ആഗ്രഹവും സ്തോത്ര ആകാംക്ഷയുമാണ്. പക്ഷേ തുരുത്തിയുടെ പ്രത്യേകത, പുതിയ തുരുത്തിയുടെ പ്രത്യേകത അകത്തുള്ളതിനെ പുറത്ത് കാണിക്കുകയില്ല. ഇന്ന് രാത്രി എന്നുടെയും നിങ്ങളുടെയും ഹല്ലേലൂയ നന്മകളെ പുറത്തു വരാതെ വേണ്ട, നിങ്ങളുടെ സൗഭാഗ്യങ്ങളെ, ധനങ്ങളെ, ആരോഗ്യത്തെ പുറത്തു കാണിപ്പിക്കാതെ വേണ്ട അകമയിട്ട് പോരടിക്കുന്ന ചില പോരികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ആ പുതിയ തുരുത്തി പൊട്ടി ഈ പുറത്തിറങ്ങി വരണം. സ്തോത്രം സ്തോത്രം ആമേൻ ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ, തുരുത്തിക്കകത്തിരിക്കുന്ന വിഷയത്തിന് അടക്കമില്ല, സ്തോത്രം ചലനമില്ല. നാളുകളായി ഉപവസിച്ചു, നാളുകളായി പ്രാർത്ഥിച്ചു, കൂട്ടായ്മയ്ക്കകത്ത് വന്നു, ദൈവസ്നേഹം ഇതെന്നറിഞ്ഞു, രക്ഷകനും വിമോചകനും വീണ്ടെടുപ്പുകാരമായിരിക്കുന്ന ദൈവത്തെ കണ്ടെത്തി, മനസ്സാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകരമേ നിൽക്കുന്നു. പക്ഷേ ഇതുവരെ തുരുത്തിക്കകത്ത്, സഭയ്ക്കകത്ത് ഒരു ചലനമില്ലാതിരിക്കുന്ന, ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുന്ന അല്ലയോ ദൈവമേ, ഇന്ന് രാത്രി നിങ്ങളുടെ വിഷയങ്ങൾക്ക് അദ്ദേഹം പരിഹാരം തരുവാൻ പോകുക. ഈ കുട്ടിച്ച ദേശത്തിലെ ദേശനിവാസികളോട് എനിക്കൊന്ന് പറയുവാനുള്ളത്, നിങ്ങൾ തുരുത്തിക്കകത്ത് ഹല്ലേലൂയ പുറത്തിറങ്ങുവാൻ കഴിയാതെ ഏതെങ്കിലും പുതിയ തുരുത്തിയിലോ പഴയ തുരുത്തിക്കകത്തോ നിങ്ങൾ അവൻ ഉണ്ട് എങ്കിൽ ഇന്ന് രാത്രി ദൈവം ചില തുരുത്തികൾ പൊട്ടിക്കുവാൻ പോകുകയാണ്. അതൊരു വിടുതലിന്റെ, അതൊരു സ്വാതന്ത്ര്യത്തിന്റെ, അതൊരു ആഘോഷത്തിന്റെ, അതൊരു നൃത്തത്തിന്റെ നാളാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നിന്റെ യൗവനം അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരുവാൻ പോകുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട തുരുത്തി, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട തുരുത്തി, ആ തുരുത്തിക്ക് സ്തോത്രം ഒരു ചലനം ആവശ്യമാണ്. ഇന്ന് രാത്രിയിൽ എന്നുടെയും നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യ സ്നേഹം, ദൈവമായിട്ടുള്ള ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയാൽ അവൻ ചലിക്കുവാൻ കഴിയുകയില്ല.
ചലനശേഷി നഷ്ടപ്പെട്ട ആരെങ്കിലും ഇന്ന് രാത്രി പിന്മാറ്റ അവസ്ഥയിൽ ഇരിക്കുന്നുവെങ്കിൽ അവർക്കൊരു മടങ്ങിവരവിന്റെ ദിവസമാണ് ഈ ദിവസം. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരുവാൻ, അവൻ നഷ്ടപ്പെട്ട തുരുത്തിയെ, ചലനശേഷി നഷ്ടപ്പെട്ടതിനെ എപ്പോഴും കുറ്റം പറയുന്ന തുരുത്തി, എന്തിനേയും ഏതിനെ വിമർശിക്കുന്ന തുരുത്തികൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ആ തുരുത്തികളെ സ്വന്തം കൈകാര്യം ചെയ്യുവാൻ പോകുക. കുറ്റം പറയുന്ന, വിമർശിക്കുന്ന, ഹല്ലേലൂയ, എത്ര വലിയ കഠിന ഹൃദയമുള്ളതിനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്നേഹം നിമിത്തമായി ആ തുരുത്തി പൊട്ടണം. തുരുത്തി പൊട്ടിയാൽ മാത്രമേ അതിനകത്തുള്ള ബീജ് പുറത്തു വരികയുള്ളൂ. സ്തോത്രം. ബീജ് സന്തോഷത്തെ കാണുകയാണ്, ബീജ് വിലപിടിപ്പിനെ വിലയുള്ളതാണ് ബീജ്. സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, പഴയ തുരുത്തിക്കകത്ത് കിടക്കുന്ന, പുതിയ തുരുത്തിക്കകത്ത് കിടക്കുന്ന ബീജ്, ഹല്ലേലൂയ, അതിന്റെ ഹൃദയം അല്ലെങ്കിൽ അത് കട്ടിയായി പോയി, കഠിന ഹൃദയമുള്ളതായി മാറി. അവേ സ്തോത്രം. വീഞ്ഞ് തുരുത്തിയിൽ കിടക്കുമ്പോൾ ഇന്ന് രാത്രി പഴകും തോറും അതിനൊരു പുളിപ്പുണ്ടാകും. എന്തുണ്ടാകും? തുരുത്തിക്കകത്ത് കിടക്കുന്ന വീഞ്ഞ് പഴകും തോറും അതിന് പത്രമാറ്റുണ്ടാകും, വിലയുണ്ടാകും. അത് പുളിക്കണം. സ്തോത്രം. അത് പുളിച്ചാൽ മാത്രമേ സ്തോത്രം അതിന് വിലയുണ്ടാകുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തുരുത്തിക്കകത്ത് ഇരിക്കുന്ന ദൈവത്തിനെ നീ പുളിക്കണം. പുളിക്കുമ്പോഴാണ് നീ അറിയാതെ ചലിക്കുവാൻ ദൈവകൃപയാ ഇന്ന് രാത്രി നിങ്ങൾ ചലിക്കുവാൻ പോകുക. ഇതുവരെ പുളിപ്പ് തട്ടാതെ വണ്ണം, ഇതുവരെ വീഞ്ഞായി തീരാതെ വണ്ണം ഒരു പുതിയൊരു ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാതെ വണ്ണം നീ പുളിക്കാതിരിക്കുന്നുവെങ്കിൽ ഒരു പുളിപ്പിന്റെ അനുഭവം ഇന്ന് രാത്രി കർത്താവ് കൈമാറുകയാ. യേശുവിന്റെ നാമത്തിൽ നീ പുളിക്കുവാൻ പോകുകയാ. സ്തോത്രം. അവൻ പുളിക്കുന്ന, അവൻ തുരുത്തിക്ക് അവൻ അകത്ത് കിടന്ന് പുളിക്കുന്ന വീഞ്ഞെന്ന് പറയുവാനുണ്ട്. ഞാൻ ചലിക്കുന്നവനാണ്. സ്തോത്രം. ഞാൻ ചലിക്കുന്നവനാണ്. ആമേൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചില ചലനങ്ങൾ ആവശ്യമാണ്. അവൻ തുരുത്തിക്കകത്ത് അവൻ സ്തോത്രം പുളിക്കുമ്പോൾ അറിയാതെ ഒരു ശബ്ദം പുറപ്പെട്ടു വരും. അവൻ ആ ശബ്ദത്തിന്റെ പ്രത്യേകത അറിയാമോ? അവൻ ചലിക്കുന്ന, ഹല്ലേലൂയ, പുളിക്കുന്ന, അവൻ സ്തോത്ര, അവൻ തുരുത്തിക്കകത്ത് അവനുള്ള വീഞ്ഞ്, ഹല്ലേലൂയ, അതിന് രൂപമാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുക. വെറുതെയല്ല, അത് ചലിക്കുമ്പോൾ 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 ആ തുരുത്തിക്കകത്ത് ഒരു ശബ്ദം പുറപ്പെട്ടു വരിക. ഇന്ന് രാത്രി ഉള്ളിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ, ഞാനും നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, ശബ്ദം മുഴക്കുമ്പോൾ ഒരു ചലനശേഷി നഷ്ടപ്പെട്ട് കിടക്കുന്ന എനിക്ക് നിങ്ങൾക്ക് ഒരു പുതിയൊരു പ്രതീക്ഷയോടുകൂടി ചലിക്കുന്ന ദിവസമാണ് ഇന്ന് രാത്രി. പുളിപ്പ് തട്ടിയാൽ, വീഞ്ഞ് ചലിച്ചു തുടങ്ങിയാൽ, സ്തോത്രം, ആ വീഞ്ഞൊരു പ്രത്യേകതയുണ്ട്. അത് നുരഞ്ഞ് പൊങ്ങുവാനിടയാറ്റിരും. ശ്രദ്ധിച്ചോ? തുരുത്തിക്കകത്ത്, പുതിയ തുരുത്തിക്കകത്ത് കിടക്കുന്ന വീഞ്ഞ് പുളിച്ചാൽ അതിന് ശക്തി ഉണ്ടാകും, അതിന് ഇളക്കമുണ്ടാകും, അതിന് ചലനമുണ്ടാകും. ആമേ സ്തോത്രം. തുരുത്തിക്കകത്ത് കിടക്കുന്ന വസ്തുവിന് ഒരു ശബ്ദമുണ്ടാകും. ആ ശബ്ദം, ഹല്ലേലൂയ, ആ ശബ്ദം നിമിത്തമായി അത് നുരഞ്ഞു പൊങ്ങുവാനിടയാക്കും. ഇന്ന് രാത്രി പതഞ്ഞു പൊങ്ങുന്ന, ഹല്ലേലൂയ, അവ കവിഞ്ഞൊഴുകുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവമക്കൾക്ക് എത്ര പേർക്ക് ആവശ്യമുണ്ട്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തി നുരഞ്ഞു പൊങ്ങുന്ന, ഹല്ലേലൂയ, അവയെ വചനത്തിന്റെ കേൾവി നിമിത്തമായി വചനം അനുസരിക്കുമ്പോൾ, ദൈവത്തെ അനുസരിക്കുമ്പോൾ ചലിക്കാനുള്ള ചില വിഷയങ്ങൾ ചലിച്ചിട്ട് ഇന്ന് രാത്രി നുരഞ്ഞു പൊങ്ങുവാൻ പോവുകയാണ്. ശ്രദ്ധിക്കണമേ, തുരുത്തിക്കകത്ത് ഏതിനെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ദൈവസഭയ്ക്കകത്ത് സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ അടുക്കൽ എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള സ്ഥലമുണ്ട് എന്ന്. അവേ സ്തോത്രം. ഹല്ലേലൂയ. തുരുത്തിക്കകത്ത് അവേ സ്തോത്രം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുവാനുള്ള അവേ സ്തോത്രം അത് ഹല്ലേലൂയ ഒരു സ്പേസ് ഉണ്ട്. എല്ലാവരെയും വഹിക്കുവാനുള്ള സ്ഥലമുണ്ട്. സ്തോത്രം. പഴയ തുരുത്തിക്ക് ആമേൻ ഹല്ലേലൂയ കട്ടി കൂടുതലാണ് പഴയ തുരുത്തി. കാരണം ആ പഴയ തുരുത്തിയുടെ പ്രത്യേകം ശ്രദ്ധിക്കണമേ, അതിനകത്ത് വീഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കുവാൻ തക്കവണ്ണം ആമേൻ സ്തോത്രം മുന്തിരി ഹല്ലേലൂയ
ആമേൻ സ്തോത്രം, ഇങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളൊക്കെയും അതിനകത്തിട്ടിട്ടുണ്ട്. പക്ഷെ തുരുത്തി പഴയതാണ്, അതിനൊരു പരിമിതിയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആ പരിമിതിക്കകത്ത് അപ്പൊ ഒതുക്കപ്പെടുന്ന ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, പഴവർഗ്ഗങ്ങൾ, വീഞ്ഞുകൾ, അതിനൊരു പരിമിതിയുണ്ട്. എന്നാൽ പുതിയ തുരുത്തിയുടെ പ്രത്യേകത അതിന് പരിമിതിയില്ല, പരിമിതികൾക്കപ്പുറം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശത്രു പറയുന്നു, പഴയ തുരുത്തിയാകുന്ന ശത്രു പറയുന്നു, നിനക്കൊരു പരിമിതി ഞാൻ വെച്ചിരിക്കുക, ഒരു അതിര് വെച്ചിരിക്കുക. പക്ഷെ പുതിയ തുരുത്തി പറയുന്നത് നിന്റെ അതിരുകൾ ഹല്ലേലൂയ വിശാലമാണ്, നിന്റെ ആഗ്രഹങ്ങൾ വിശാലമാണ്, നിന്റെ സ്വപ്നങ്ങൾ വിശാലമാണ്. ഹല്ലേലൂയ. നിന്റെ പ്രതീക്ഷകൾ വിശാലമാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രതീക്ഷകളെ, ഭാവികളെ ഹല്ലേലൂയ ഒതുക്കി കെട്ടുവാൻ ആഗ്രഹിക്കുന്ന ശത്രുവിന്റെ പദ്ധതികളെ, പഴയതിനെ കർത്താവെടുത്ത് മാറ്റുവാൻ പോകുകയാണ്. രാത്രി പഴയ ചിന്തകൾ മാറണം, പഴയ ചിന്തകൾ മാറണം. ഹല്ലേലൂയ. എത്ര വലിയ ദൂതുകൾ കേട്ടാലും അനങ്ങാതിരിക്കുന്ന തുരുത്തി. സ്തോത്രം. എത്ര വചനങ്ങൾ കേട്ടാലും, എത്ര വലിയ ആരാധനകൾ കേട്ടാലും അനങ്ങാപ്പാറയെ പോലെ ഇരിക്കുന്ന വ്യക്തിത്വങ്ങൾ. എന്നാൽ സ്വർഗം പറയുന്നു, ആ തുരുത്തി ഇന്ന് രാത്രി പൊട്ടണം. ദൈവം പൊട്ടിക്കുവാൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ പറ. ഈ ഹല്ലേലൂയ പറയുമ്പോൾ നിന്റെ തുരുത്തിലെ സ്വർഗം പൊട്ടിക്കുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ തുരുത്തിലെ പൊട്ടിക്കുവാൻ പോകുകയാണ്. അനങ്ങാതിരിക്കുന്ന വിഷയങ്ങൾ, അനങ്ങാതിരിക്കുന്ന വിഷയങ്ങൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ തൊലിക്കട്ടി കൂടുതലാണെന്ന്. പഴയ ജീവിതത്തിലെ തൊലിക്കട്ടി കൂടുതലാണ്. എന്താണ് ഈ തുരുത്തി? ഇസ്രായേൽ മക്കളുടെ ഇടയിൽ സ്തോത്രം, അവർ മൃഗങ്ങളുടെ തോലിനെ, മൃഗത്തെ കൊന്ന് തോലെടുത്ത് അതിനെ ഉണക്കി കുത്തിക്കെട്ടി, സ്തോത്രം, അതിനകത്താണ് വീഞ്ഞ് വേണ്ടുന്ന ചേരുവകളെല്ലാം ഇട്ട് മാസങ്ങളോളം സൂക്ഷിക്കുന്നത്. വർഷങ്ങൾ പഴകുന്തോറും അതിനകത്തുള്ള വസ്തുവിന് നിർജീവമാകയില്ല, കെട്ടുപോകുകയില്ല. അതിനകത്തുള്ള വീര്യം കൂടിയ വീഞ്ഞ് പുറത്തു വരും. കാലാകാലങ്ങളായി, വർഷങ്ങളായി ദൈവസഭയെ അംഗമായിട്ടും ഇന്നും ഹല്ലേലൂയ ഇട്ടതുപോലെയാണ് എങ്കിൽ സ്തോത്രം, ദൈവത്തിന് നമ്മെ കുറിച്ച് നല്ലത് പറയുവാൻ കാണുകയില്ല. എന്നാൽ കട്ടി കൂടിയതായി മാറും. തൊലിക്കട്ടി അങ്ങനെ പറഞ്ഞാ തുരുത്തിക്ക് തൊലിക്കട്ടി ഉണ്ട്. സ്തോത്രം. ഉണങ്ങി 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 പരുവമായി. സ്തോത്രം. തൊലി ഉണങ്ങും തോറും തൊലി എന്ത് ചെയ്യും? കട്ടി കൂറും. എന്നാൽ ഇയ്യോ പറയുന്നു, എനിക്കൊരു പഴയ തുരുത്തി പോലെ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പഴയതുപോലെ ഒരു പാഴായ ജന്മമായി, ഒരു പാഴ് വസ്തുവായി ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ പുതിയ തുരുത്തിയാകണം. എനിക്ക് പുതിയത് പൊട്ടി പുറത്തു വരണം. ഹല്ലേലൂയ. അവേ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ ചില നീറുന്ന വേദന വെച്ചുകൊണ്ടിരിക്കുന്ന ദൈവമേ, ഈ ആലയത്തിനകത്തിരിക്കുന്നത് അവൻ ദൈവത്തിന്റെ അവസ്ഥയ്ക്ക് അവൻ മാറ്റം വരുത്തുവാൻ പോകുക. ഇന്ന് രാത്രി ദൈവം നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ പോകുക. ഹല്ലേലൂയ. ഇതിന് മാറ്റത്തിന്റെ നാളുകളാണ്. ഇന്ന് രാത്രി ദൈവം ചിലരെ പൊട്ടിക്കുവാൻ പോകുകയാണ്. സ്തോത്രം. 20 വാക്ക് വായിച്ചാൽ 20. യോ പറയുന്നു, എന്റെ വിമ്മിഷ്ടം തീരേണ്ടതിന് ഞാൻ സംസാരിക്കും. ശ്രദ്ധിക്കണേ. യോബിന് തുരുത്തിക്കകത്ത് കിടക്കുന്ന യോബ്, പ്രശ്നങ്ങൾക്കകത്ത് കിടക്കുന്ന യോബ്, ആമേൻ, പഴയ തുരുത്തിക്കകത്ത് കിടക്കുന്ന യോബ്, ആമേൻ, അവരെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പുറത്തിറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ചില വിഷയത്തിന്റെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവനെ പുറത്തിറക്കുകയില്ലെന്ന് വാദഗതി പറഞ്ഞുകൊണ്ട് തുരുത്തി അതിന്റെ അവൻ തോലിന്റെ കട്ടി നിമിത്തമായി പുറത്തിറങ്ങാൻ കഴിയില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ തുരുത്തി അടച്ചു വെച്ചിരിക്കുന്നു. സ്തോത്രം. അടപ്പ് മാറിയാൽ അവൻ പുറത്തു വരും. ഇന്ന് രാത്രി അനുഗ്രഹങ്ങൾ അടച്ചു വെച്ചിരുന്ന ചില വൈശാചിക മണ്ഡലങ്ങൾ ഈ ദേശത്തിലെ ഹല്ലേലൂയ അവൻ യൗവനക്കാരെ, യുവതി യുവാക്കളെ, ഹല്ലേലൂയ, അനവധി കുടുംബങ്ങളെ രോഗങ്ങളുടെ പേരിൽ, കടബാധ്യതയുടെ പേരിൽ, പ്രശ്നങ്ങളുടെ പേരിൽ അടച്ചു വെച്ച ചില അടപ്പുകൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആരാധിച്ച് ചെയ്യപ്പെടാം. നിന്റെ അടപ്പ് പൊട്ട,
അടച്ചുവെച്ച വിഷയങ്ങൾ ഒതുക്കിയ വിഷയങ്ങൾ അത് പുറത്തു വന്നാൽ മാത്രമേ വിടുതലുള്ളൂ. നിന്റെ ജീവിതത്തിൽ അടയപ്പെട്ടവനായി, എല്ലാം അടയപ്പെട്ടവനായി, ഒന്നിനും കൊള്ളാത്തവനായി ആയിത്തീർന്നിരിക്കുന്നു. സ്തോത്രം. നീ പ്രതീക്ഷയോടെ വളർത്തിയ മക്കൾ ഇന്ന് നിന്റെ മുമ്പിലില്ല, വേലക്കാരില്ല, സൗഭാഗ്യങ്ങളില്ല. ഒന്നുമില്ലാത്തവനെ പോലെ മഹാധനികനായ വ്യക്തി ഒന്നുമില്ലാത്തവനെ പോലെ നിൽക്കുന്നു. രാത്രി ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ, ആമേൻ. ഇപ്പോഴും നീ ചില വേദനകളും വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആലയത്തിനകത്തിരിക്കുമ്പോഴും വേദന, വീട്ടിനകത്തിരിക്കുമ്പോഴും വേദന. നിന്റെ അവസ്ഥകൾക്കൊരു മാറ്റം വരുത്തുവാൻ എന്റെ ദൈവം വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നീറുന്ന ഹൃദയത്തോട്, കണ്ണീർ തൂകുന്ന നിന്നോട് മനസ്സലിയുവാൻ മനുഷ്യർ കാണുകയില്ല, പക്ഷെ ദൈവം കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറയുകയാ, അവേ സ്തോത്രം, ഞാൻ നിന്നെ കാണുന്നുണ്ട്. അയ്യോ പറയുകയാ, എന്റെ വിമ്മിട്ടം തീരേണ്ടതിന് ഞാൻ സംസാരിക്കും. ആമേൻ. അപ്പോൾ അകത്ത് കിടന്ന് പുളിച്ച വിഷയത്തെ, ആ പുളിച്ച വിഷയം പുറത്തു വന്നില്ല എങ്കിൽ, സ്തോത്രം, നമ്മൾ കഴിച്ച ഭക്ഷണം ഉദരത്തിനകത്ത് പോയിട്ട് അതിന് ജീർണത വന്നില്ലെങ്കിൽ, ദഹിച്ചില്ലെങ്കിൽ ഒരു നിമിഷ്ടമാണ്. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുരുളും. സ്തോത്രം. എന്തൊക്കെ ചെയ്താലും ഉള്ളിൽ പോയ വസ്തു പുറത്തു വന്നാൽ മാത്രമേ ഹല്ലേലൂയ സ്വസ്ഥമാകുകയുള്ളൂ. അങ്ങനെയെങ്കിൽ പുളിപ്പ് തട്ടിയ യേശുവിന്റെ നാമത്തിൽ ഇയ്യോബിന്റെ ജീവിതത്തിൽ പുളിപ്പ് പകരുന്ന വിഷയം, ചലനമില്ലാതെ കിടക്കുന്ന വിഷയം, പഴയ വിഷയം, അത് ഉള്ളിനകത്ത് കിടന്ന് സ്തോത്രം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ദഹിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹല്ലേലൂയ അവ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയ്യോബ് പറയുകയാ, എനിക്ക് പ്രശ്നത്തിൽ നിന്ന് പുറത്തിറങ്ങിയില്ല എങ്കിൽ അതൊരു വിമിഷ്ടമാണ്. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അതൊരു വിമിഷ്ടമാണ്. അകത്തുള്ള വിഷയത്തെ പുറത്തു വരാത്തോളം അതെനിക്കൊരു വിമിഷ്ടമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിലെ ഇന്ന് രാത്രിയിൽ ആമേൻ ഹല്ലേലൂയ, നീ ഇഷ്ടപ്പെടാത്ത ഒന്ന്, സ്തോത്രം, നീ ഇഷ്ടപ്പെടാത്ത ഒന്ന് നിന്റെ ഉദരത്തിനകത്തുണ്ട്. നീ ഇഷ്ടപ്പെടാത്ത ഒന്ന് നിന്റെ വീട്ടിനകത്തുണ്ട്. നീ ഇഷ്ടപ്പെടാത്തത് നിന്റെ ആലയത്തിനകത്തുണ്ട്. നീ ഇഷ്ടപ്പെടാത്തത് ദേശത്തിനകത്തുണ്ട്. അതിങ്ങനെ കിടന്ന് തികട്ടുകയാണ്. അതിങ്ങനെ തികട്ടുകയാ. പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. അകത്ത് തന്നെയുണ്ട്. വിടുതൽ വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടെ ലഭിക്കുന്നില്ല. അവൻ സ്തോത്രം. ആരോഗ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആരോഗ്യം തരുന്നില്ല. ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആരാധിക്കുവാൻ വിടുന്നില്ല. പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പാടുവാൻ സമ്മതിക്കുന്നില്ല. സ്തോത്രം. എന്തെന്നറിയാമോ? ഉള്ളിൽ കിടക്കുന്ന വസ്തു അതൊരു വിമ്മിട്ടമാണ്. സ്തോത്രം. അതുകൊണ്ട് അയ്യോ പറയുന്നത്, എന്റെ വിമ്മിട്ടം തീരേണ്ടത് ഞാൻ സംസാരിക്കും. ഇന്ന് രാത്രി വിമ്മിട്ടത്തോടു കൂടി ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, ഇഷ്ടമില്ലാതെ ഹല്ലേലൂയ അവൻ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്, ഇഷ്ടമില്ലാതെ ഹല്ലേലൂയ സ്തോത്രം ആരെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ല. സ്തോത്രം. ദൈവത്തിന് അത് ഇഷ്ടമല്ല. ദൈവം പറഞ്ഞ പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും മുഴുവനത്തോടും കൂടി എന്നെ ആരാധിക്കണം. സ്തോത്രം. ആരാധനകൾ വിമ്മിട്ടം പാടില്ല. പാട്ട് പാടുമ്പോൾ വിമ്മിട്ടം കാണിക്കരുത്. പ്രസംഗിക്കുമ്പോൾ വിമ്മിട്ടം കാണിക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഒരാൾക്കൊരു നന്മ ചെയ്യുമ്പോൾ നിങ്ങൾ വിമ്മിട്ടം കാണിക്കരുത്. ഹല്ലേലൂയ. ഉള്ളിന്റെ ഉള്ളിൽ ദഹിക്കാതെ കിടക്കുന്ന ചില വിഷയങ്ങൾ, ഉള്ളിന്റെ ഉള്ളിൽ പുളിച്ച് അതിന് നാറ്റക്കേസാകുന്ന വിഷയങ്ങൾ, അതിന്റെ സ്വർഗ്ഗം ഇന്ന് രാത്രി പറയുക, ഞാൻ പുറത്തിറക്കുവാൻ പോകുക. സ്തോത്രം. യോ പറയുന്നു, എന്റെ വിമ്മിട്ടം തീരേണ്ടതിന് ഞാൻ. അപ്പോൾ വിമ്മിട്ടം തീരണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സംസാരിക്കാതിരുന്നാൽ വിമ്മിട്ടമാണ്, സംസാരിച്ച വിമ്മിട്ടം. പ്രൈസ് ദി ലോർഡ്. പല പ്രശ്നങ്ങളുടെ കാരണം അതല്ലേ? മനസ്സുകൊണ്ട് തുറന്ന് സംസാരിക്കുന്ന ഭാര്യയും ഭർത്താവുമായിരിക്കാം ആ കുടുംബത്തിനകത്തുള്ള പ്രശ്നം. മക്കൾ അപ്പനും അമ്മയുമായിട്ട് സംസാരിക്കാത്തതല്ലേ? അവരെ സ്തോത്രം മൗനമായിരിക്കുന്നതല്ലേ? ഹല്ലേലൂയ. മിണ്ടാട്ടമില്ലാത്തത് കൊണ്ടല്ലേ വിമ്മിട്ടം? ഇന്ന് രാത്രിയിൽ കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമാണ് കുടുംബം. ആ കുടുംബത്തിനകത്ത് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും കളിയും ചിരിയും ഉണ്ടാകണം. അവിടെ
അനിഷ്ട എന്നല്ല, ഇഷ്ടയാകണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അനിഷ്ടയാണ് എങ്കിൽ നിനക്ക് വിമ്മിഷ്ടമുണ്ട്, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് വിമ്മിഷ്ടമില്ല. സ്തോത്രം, ശരിയല്ലേ? ഒരു വസ്ത്രം ധരിക്കുമ്പോൾ ആഗ്രഹത്തോടെ ആശയോടുകൂടി വില കൊടുത്ത് വാങ്ങിച്ച ഒരു വസ്ത്രം നിങ്ങൾ അണിയുമ്പോൾ വളരെ സന്തോഷമാണ്. എന്നാൽ എത്ര വില കൊടുത്ത് വാങ്ങിച്ച അല്ലെങ്കിൽ വസ്ത്രമായാലും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്തോത്രം അതിനെന്ത് ചെയ്യും? ധരിക്കയില്ല. ഈ രുചികരമായി ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടാക്കി, പക്ഷേ പെട്ടെന്ന് മനസ്സിൽ പിടിച്ചില്ല. ആ ഭക്ഷണത്തെ എത്ര വില കൂടിയ ഭക്ഷണമായാലും അതിനെ പുറത്തെടുത്ത് കളയും. സ്തോത്രം. അതുകൊണ്ടല്ലേ ദൈവം ഇസ്രായേലിനെ നോക്കി പറയുന്നത്, നിങ്ങൾ മറിച്ചിടാത്ത ദോശ. ആ മറിച്ചിടാത്ത ദോശയുടെ പ്രത്യേകത, ആമേൻ, ഹല്ലേലൂയ, ശ്രദ്ധിക്കണേ. വളരെ ആഗ്രഹത്തോടെ ആമേൻ കഴിക്കുവാൻ ഒരു ഭക്ഷണം ഉണ്ടാക്കി. ആ ഭക്ഷണത്തിന് വേണ്ടത് ചേരുവകളെല്ലാം കൊടുത്തു, നല്ല കറികൾ വെച്ചു. സ്തോത്രം. ദോശ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് പ്ലേറ്റിൽ കൊണ്ടുവന്ന് നമ്മുടെ ഇരിപ്പിടത്ത് വെച്ചു. നല്ല വിശപ്പുള്ളവനാ. സ്തോത്രം, ഹല്ലേലൂയ. ആർത്തിയോടെ ഭക്ഷിക്കുവാൻ കടന്നു വന്നു. ആ പ്ലേറ്റിൽ നിൽക്കുന്ന കറികൾ കണ്ടു, നല്ല മണമുള്ള കറികൾ. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ, നല്ല ആമേൻ, സ്തോത്രം, മണമുള്ളതും നല്ല രുചിയുള്ള കറി. പക്ഷെ പ്രധാനപ്പെട്ട ഐറ്റം ദോശയാണ്. ദോശ ഭക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ പ്ലേറ്റിനകത്ത് ആമേൻ, ഹല്ലേലൂയ, കൈവയ്ക്കുമ്പോൾ സ്തോത്രം, ഒരു സൈഡ് മാത്രം വെന്തത്, മറു സൈഡ് വെന്തില്ല. ആമേൻ, ഒരു സൈഡ് വെന്തത്, മറ്റു സൈഡ് വെന്തില്ല. എത്ര വലിയ ആഗ്രഹമുണ്ടെങ്കിലും ആദ്യത്തെ ആവേശം പിന്നെ കാണുകയില്ല. അപ്പൊ രണ്ട് സൈഡും വെന്തതിനെ ദോശ എന്ന് വിളിക്കും. രണ്ട് സൈഡ് വെന്തതിനെ ദോശ, അതിനെ ഭക്ഷിക്കും. പക്ഷേ ഒരു സൈഡ് വെന്തത് അത് ദോശയല്ല, അതിന്റെ സ്ഥാനം വേസ്റ്റിലാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ, നിന്നിഷ്ടത്തോടുകൂടി ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ദൈവാത്മാ പറയുക, അതിന്റെ സ്ഥാനം അത് പുറംപോക്കിലാണ്, വേസ്റ്റിലാണ്. ഈ ഒരു പാഴ് ജന്മമായി വലിച്ചെറിയപ്പെടേണ്ട ഒരു വസ്തുവാണ് എന്ന്. സ്തോത്രം. അങ്ങനെ രാത്രി പറ, ദൈവമേ, ഞാൻ ഒരു പാഴ് വസ്തുവല്ല. നീ എന്നെ അതിശയകരമായി ഊനമില്ലാത്ത രീതിയിൽ നീ എന്നെ സൃഷ്ടിച്ചു. ആമേൻ, ഹല്ലേലൂയ. നീ എനിക്ക് നല്ലവനായിരുന്നു, വല്ലഭനായിരുന്നു. നീ എന്നെ കരുതിയ വിധങ്ങൾ ഓർത്താൽ ആമേൻ, എനിക്കൊരു വിമ്മിട്ടം വരുവാനുള്ള അവസ്ഥകളില്ലായിരുന്നു. പക്ഷേ ഇന്ന് രാത്രിയിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിമ്മിട്ടം കിടപ്പുണ്ട്. മറ്റൊന്നുമല്ല, അനിഷ്ട എന്ന് കണ്ടതുകൊണ്ട്, നീ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്ന് നിന്റെ ഉള്ളിനകത്തുള്ളത് കൊണ്ട് അത് പുറത്തു പോകുന്നവരെയും നിനക്ക് വിമ്മിട്ടമുണ്ട്. സ്തോത്രം. നീ ആഗ്രഹത്തോടെ കഴിച്ച ഭക്ഷണം, ആഗ്രഹത്തോടെ കഴിച്ച ഭക്ഷണം ദോശ എന്ന് കരുതി ഭക്ഷിച്ചത്, പക്ഷെ ഇന്നത് ഒരു സൈഡ് മാത്രം വെന്തതുകൊണ്ട്, മറു സൈഡ് വേകാത്തത് കൊണ്ട്, പച്ചമാവിന്റെ പുളിപ്പ്, പച്ചമാവ് ഹല്ലേലൂയ നിന്റെ നാവിനകത്ത് ഹല്ലേലൂയ രുചി ഉണ്ടാകുമെന്ന് കരുതി കഴിച്ചപ്പോൾ പച്ചമാവ് നീ അതിനെ വേസ്റ്റിലേക്ക് എടുത്തെറിഞ്ഞു എന്നതുപോലെ ഇയ്യോ പറയുക, എന്റെ ജീവിതത്തിൽ ആമേൻ, ഹല്ലേലൂയ, എന്റെ വിമ്മിട്ടം തീരേണ്ടതിന് ഞാൻ സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശ്രദ്ധിക്കണേ, അയ്യോ പറഞ്ഞ എന്താണ്? എന്റെ വിമ്മിട്ടം തീരേണ്ടതിന്. അപ്പോൾ തുറന്ന് സംസാരിക്കുന്നതാണ് വിമ്മിട്ടം തീരേണ്ടതിന്റെ പ്രധാന പോംവഴി. ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. എന്നുടെയും നിങ്ങളുടെ വിമ്മിട്ടം തീരണമെങ്കിൽ തുറന്ന് സംസാരിക്കണം. ഇന്ന് രാത്രി തുറന്ന് സംസാരിക്കാത്ത ഭവനത്തിനകത്ത് കോടികൾ സ്ത്രീധനമായി കൊണ്ടുവന്ന പെങ്കൊച്ചാകട്ടെ, അവളുടെ ഭർത്താവ് നല്ല ആരോഗ്യമുള്ളവൻ, വാഹനമുള്ളവൻ, ജോലിയുള്ളവൻ, കാണാൻ നല്ല ഗ്ലാമറാണ്, പൊക്കമുണ്ട്, വണ്ണമുണ്ട്, പ്രൗഢിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ വിമ്മിട്ടമുണ്ട് എങ്കിൽ, ഇഷ്ടമില്ല എങ്കിൽ ആ കുടുംബത്തിന് സമാധാനം ഉണ്ടാകുകയില്ല, സ്വസ്ഥത ഉണ്ടാകുകയില്ല. ഇന്ന് രാത്രിയിൽ വിമ്മിട്ടത്തോടുകൂടി ആരെങ്കിലും ഇരിക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് പറയുന്നത്, നീ വാ തുറന്ന് സംസാരിക്കണം, വാ തുറന്ന് സംസാരിക്കണം.
അവ ഭർത്താവിനോട് ഭാര്യ സംസാരിക്കണം, ഭാര്യയോട് ഭർത്താവ് സംസാരിക്കണം, മക്കളോട് അമ്മയപ്പനും സംസാരിക്കണം, മക്കൾ അമ്മയപ്പനോട് സംസാരിക്കണം. അങ്ങനെ പരസ്പരം തുറന്ന് സംസാരിക്കുമ്പോഴാണ് വിമ്മിട്ടം മാറുന്നത്. സ്തോത്രം. യോ പറയുന്നു വിമ്മിട്ടം മാറുന്നത് എങ്ങനെയാ? സ്തോത്രം, സ്തോത്രം. വിമ്മിട്ടം മാറുന്നത് തുറന്ന് സംസാരിക്കുമ്പോഴാണ് വിമ്മിട്ടം മാറുന്നത്. അതുകൊണ്ട് ഇത് രാത്രിയിൽ 2025 ഈ 7-ാം മാസത്തിൽ അല്ലയോ ദൈവമൈതലേ, അല്ലയോ ദൈവമൈതലേ, സ്തോത്രം, ഹല്ലേലൂയ, അല്ലയോ ദൈവമൈതലേ, ഞാൻ നിങ്ങളോട് പ്രോമിസ് ആൻഡ് ഹൗസ് ഓഫ് വർഷിപ്പ് നിങ്ങളോട് പറയുന്ന ഒരൊറ്റ കാര്യം, ഒരു ബുദ്ധി ഉപദേശം. വിമ്മിട്ടത്തോട് ഇരിക്കുന്നവർ വാ തുറന്ന് സംസാരിക്കണം. വിമ്മിട്ടത്തോട് ഇരിക്കുന്ന വ്യക്തിത്വങ്ങൾ വാ തുറന്ന് സംസാരിക്കണം. നിന്റെ മിണ്ടാട്ടങ്ങൾ, ഹല്ലേലൂയ, മിണ്ടാതെ മൗനമായിരിക്കുന്നത്, ഇനി ഞാൻ മിണ്ടുകയില്ല എന്ന് പറഞ്ഞാൽ അവരെ ഷടിക്കുന്നത്, ഹല്ലേലൂയ, ആ വിഷയത്തെ യേശുവിന്റെ നാമത്തെ വാ തുറന്ന് സംസാരിക്കണം. അതിനെ തുറന്ന് സംസാരിക്കുമ്പോൾ ദൈവം ചില നന്മകൾ തരുവാനായിട്ട് യാത്രയും. ഇന്ന് രാത്രി അതരത്തെ അമ്മ തുന്നിക്കെട്ടി മൂടിക്കെട്ടി ആരെങ്കിലും ഇരിക്കുന്നുവെങ്കിൽ അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വിമ്മിട്ടമായിരിക്കുന്ന വിഷയം അത് പുറത്തു വരിക. പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി, ഹല്ലേലൂയ, നിന്റെ വിമ്മിഷ്ടങ്ങൾ നീ പുറത്തു വരണം. ഹല്ലേലൂയ, വിമ്മിഷ്ടങ്ങൾ നീങ്ങണം. സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ. എല്ലാ വിമ്മിഷ്ടങ്ങളും ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. എല്ലാ വിമ്മിഷ്ടങ്ങളും ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, എല്ലാ വിമ്മിഷ്ടങ്ങളും ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. അവൻ ഇഷ്ടമില്ലാത്ത മട്ടം, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ നിങ്ങളുമായിരിക്കുക. അവൻ ഇഷ്ടമുണ്ടായിരുന്നു, ഒരു അവൻ സമയത്ത് ഇഷ്ടമുണ്ടായിരുന്നു, ഒരു സമയത്ത് ഇഷ്ടമുണ്ട്. പക്ഷെ ഇന്ന് അത് ഇഷ്ടപ്പെടുവാൻ കഴിയുന്നില്ല. തുറന്ന് സംസാരിക്കുമ്പോൾ തന്നെ വിമ്മിട്ടങ്ങളെല്ലാം പുറത്തു പോകും. അയ്യോ പറയുകയാ, എന്റെ വിമ്മിട്ടം തീരേണ്ടതിന് ഞാൻ സംസാരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരേണ്ടതിന്, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരേണ്ടതിന് തുറന്ന് സംസാരിക്കണം, തുറന്ന് സംസാരിക്കണം. ഇതിനകത്ത് തീരുമാനമുണ്ട്, ഞാൻ തുറന്ന് സംസാരിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. അവൻ ഭൂമിയിലുള്ള മാതാപിതാക്കളോട് സംസാരിക്കാത്തത്, ഭർത്താവിനോട് സംസാരിക്കാത്തത്, ഭാര്യയോട് തുറന്ന് സംസാരിക്കാത്തത്, മക്കളോട് തുറന്ന് സംസാരിക്കാത്തത്, ഹല്ലേലൂയ, ആ വിഷയങ്ങളാണ് എങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുകയാ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി, ഹല്ലേലൂയ, ദൈവം പറയുന്നു, ഹല്ലേലൂയ, നീ എന്നോട് സംസാരിക്കണം, നീ എന്നോട് സംസാരിക്കണം, തുറന്ന് സംസാരിക്കണം, തുറന്ന് സംസാരിക്കണം. അതിന് മൗനമായിരിക്കുവാനല്ല. അല്ലയോ ദൈവത്തിനെ വിളിച്ചത് അത് വെറുതെ മൗനമായിരിക്കുവാനല്ല. നീ തുറന്ന് സംസാരിക്കണം, ദൈവത്തോട് തുറന്ന് സംസാരിക്കണം. അയ്യോ പറയുന്നു, എന്റെ വിമ്മിട്ടം തീരേണ്ടതിന് ഞാൻ സംസാരിക്കും, ഞാൻ ദൈവത്തോട് സംസാരിക്കും. അടുത്ത് പറയുക, ഹല്ലേലൂയ, അർത്ഥം വായിച്ചാട്ടെ. ഓ അവൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, അവൻ എന്റെ വിമ്മിട്ടം തീരേണ്ടതിന് ഞാൻ സംസാരിക്കും. അടുത്ത എന്റെ അധരം തുറന്ന് ഉത്തരം പറയും. ആമേൻ. ഇന്ന് രാത്രി വാ മൂടിക്കെട്ടിയവർ, അവൻ കുത്തിക്കെട്ടിയവർ, ഒരു പുതിയ തുരുത്തിയും പഴയ തുരുത്തിയെയും അവൻ ആട്ടിന്റെയോ അവൻ മൃഗങ്ങളുടെയോ തോലുകളെ അവൻ ഉണക്കി കുത്തിക്കെട്ടി അതിനകത്ത് വിലപിടിപ്പുള്ളതിനെ വെച്ചിട്ടുണ്ട്. സ്തോത്രം, വിലപിടിപ്പുള്ളത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ തുരുത്തി പൊട്ടാതെ വണ്ണം ആ വീഞ്ഞ് പുറത്തു വരികയില്ല. നിന്റെ അധരം തുറന്നാൽ ആ വിഷയം പുറത്തു വരും. അധരം തുറക്കാതെ ഉള്ളിനകത്ത് ഒതുക്കി വെച്ചിരിക്കുന്നത് വേദനകൾ, നീറുന്ന പ്രശ്നങ്ങൾ ഇന്ന് രാത്രി പുറത്തിറക്കുവാൻ പോകുക. ഹല്ലേലൂയ, നീറുന്ന വിഷയങ്ങളെ സ്വർഗ്ഗം പരിഹരിക്കുവാൻ പോകുക. അയ്യോ പറയുന്നു, എന്റെ അധരം, ഹല്ലേലൂയ, അവയെ തുറക്കുവാൻ പോകുക. എന്റെ വിമ്മിട്ടം തീരേണ്ടതിന് ഞാൻ സംസാരിക്കും. മനുഷ്യരോടല്ല കേട്ടോ, ഭാര്യയോടല്ല കേട്ടോ, ഭർത്താവിനോടല്ല കേട്ടോ, ഹല്ലേലൂയ, ദൈവത്തോട് സംസാരിക്കും. ദൈവത്തോട് സംസാരിക്കുമ്പോൾ അടുത്ത് പറയുന്നു, എന്റെ അധരം തുറന്ന് ഞാൻ ഉത്തരം പറയും. ഇന്ന് രാത്രി അധരം തുറന്നു കിട്ടിയാൽ ഉത്തരമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അധരങ്ങൾ തുറക്കുവാൻ കഴിയുമോ? ഇന്ന് അധരങ്ങൾ തുറന്നു വരട്ടെ, അധരങ്ങൾ തുറന്നു വരട്ടെ. ഏത് ശാപവും പൊട്ടി മാറട്ടെ, ഏത് വേദനകളും പൊട്ടി മാറട്ടെ, ഏത്, ഹല്ലേലൂയ, അവർ കണ്ണുകടികളും പല്ലുകടികളും പൊട്ടി മാറട്ടെ. 2025 7-ാമത്തെ മാസത്തിൽ അത് പ്രതീക്ഷയുടെ മാസമാണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അതിന്റെ വിമ്മിട്ടങ്ങൾ പുറത്തു പോകാൻ പോകുക, അത് പുറത്ത് ചാടുവാൻ പോകുക. അടച്ചു വെച്ച ഡാമിനകത്ത് വെള്ളം
ആമേൻ ഹല്ലേലൂയ അടച്ചു വച്ചിരിക്കുന്നു. ആ ഡാമിന്റെ ഷട്ടർ തുറന്നാൽ വെള്ളം പുറത്തു വരും. സ്തോത്രം. അകത്ത് എന്തൊക്കെയോ വേദനകൾ ഉള്ളിനകത്ത് ഒതുക്കി ജീർണിച്ച് പുളിച്ച് രോഗമായി ചെയ്യുന്ന രീതിയിൽ, നിർജീവമാകുന്ന രീതിയിൽ, നാലാൾ അറിഞ്ഞാൽ നാറ്റമാകുന്ന വിഷയങ്ങളുമായി ഇരിക്കുന്ന വ്യക്തിത്വമേ, യേശുവോട് കൂടെ നടന്നവൻ എന്ന പേര്. ആമേൻ. ആ മാർത്തയും മറിയയും ആ വീട്ടിൽ യേശു അന്തി ഉറങ്ങുന്ന വീടാണ്. ലാസർ യേശുവിന്റെ സ്നേഹിതനാണ്, പക്ഷേ മരിച്ചുപോയി. യേശുക്കാരിടയിൽ അത് മരിച്ച വിഷയമാണ്, ശവമായ വിഷയമാണ്, നാറ്റം വെക്കുന്ന വിഷയമാണ്. നാളത്തെ ജീവിതമായി കല്ലറക്കകത്ത് അടച്ചു വച്ചിരിക്കുമ്പോൾ യേശു പറഞ്ഞു ഹല്ലേലൂയ, കല്ലറ തുറക്കുവാടിയാത്തുന്നു. യേശുവിന്റെ വചനം കല്ലറക്കകത്ത് കയറിയപ്പോൾ കല്ലറക്കകത്തുള്ള ഇരുട്ടുകളെ അവൻ നിർജ്ജീവമായ കിടന്ന വ്യക്തിത്വം ചലിക്കുവാൻ തുടങ്ങി. ലാസർ പുറത്തിറങ്ങി വന്നു. ഇന്ന് രാത്രി കല്ലറക്കകത്ത് ഒതുക്കപ്പെട്ട അടക്കപ്പെട്ട് കിടക്കുന്ന ലാസർ ആയാലും ശരി, ഞാനായാലും ശരി, നിങ്ങളായാലും ശരി, വിമിത്തമായ വിഷയം പുറത്തു വരികയോ പിതാവിന്റെ പുത്രപരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത് പുറത്തു വരട്ടെ. ഹല്ലേലൂയ. യോബ് തീരുമാനമെടുത്തു. മറ്റൊന്നുമല്ല, ഞാൻ ഈ ഒരുത്തന്റെ ഈ പക്ഷം അങ്ങനെയല്ലോ. വായിക്കൂ, ബൈബിളെ കടച്ചു വെച്ച പെട്ടെന്ന് വായിച്ചോളൂ. ഞാൻ ഒരുത്തന്റെ പക്ഷം പിടിക്കയില്ല, ആരോട് മുഖസ്തുതി. അപ്പൊ യോബിന്റെ ജീവിതത്തിൽ നിമ്മിട്ടം വരാനുള്ള പ്രധാന കാരണം ഇതെന്നറിയാമോ? മുഖസ്തുതി പറയുന്നതും അതോടൊപ്പം പക്ഷം പിടിക്കുന്നതും. സ്തോത്രം. ശിഷ്യന്മാരുടെയിലും പക്ഷം പിടുത്തമുണ്ട്. ആമേൻ. മാതാപിതാക്കൾക്ക് 2 മക്കളുണ്ടെങ്കിൽ സ്തോത്രം, മകന്റെ പക്ഷം പിടിക്കും ചിലര് മകളുടെ പക്ഷം പിടിക്കും. സ്തോത്രം. ശരിയല്ലേ? സ്തോത്രം. അങ്ങനെ പക്ഷം പിടിക്കുന്ന പിടിപ്പ് ഞാൻ എന്ത് ചെയ്യും? നിർത്തം. യോബെടുത്ത തീരുമാനമാണ്, എന്റെ വിമ്മിട്ടം പുറത്തു പോകേണ്ടത്. ആമേൻ. മുഖപക്ഷം ഞാനില്ല. അടുത്ത് പറയുന്നു, ആരോട് ഞാൻ മുഖസ്തുതി. എന്നെയും നിങ്ങളെയും നോക്കി ആരെങ്കിലും മുഖസ്തുതി പറയുന്നുവെങ്കിൽ ചിന്തിച്ചോണം, അവരെ ഉള്ളിലെ വിമ്മിട്ടം പുറത്ത് പോയിട്ടില്ല. സ്തോത്രം. യോ പറയുന്നു, ഞാൻ പക്ഷം പിടിക്കുന്നത് കൊണ്ട്, സ്തോത്രം, മുഖസ്ഥിതി പറയുന്നത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇത്തരം വിഷയം ഉണ്ടാകുന്നത്. സ്തോത്രം. ഇത് രാത്രി ദൈവത്തിലെ ഹല്ലേലൂയ പക്ഷം പിടിക്കുന്നത്, മുഖസ്ഥിതി പറയുന്നത് നമുക്ക് നിർത്താമോ? ആമേൻ. എങ്കിൽ ദൈവം ആമേൻ നിന്നെ അനുഗ്രഹിക്കുവാനിടയാക്കി. ആമേൻ. സ്തോത്രം. ധരിച്ചിരിക്കുന്ന വിഷയം, ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് പഴയതാണ്, പുതിയ തുണി അത് പിടിച്ചിരിക്കുന്നു. പക്ഷെ വസ്ത്രം കീറിപ്പോകുന്നു. ഇതിവിടെ പഴയ വസ്ത്രത്തിൽ പുതിയ തുണി കണ്ട തച്ചു പിടിച്ചാൽ ആ വസ്ത്രം കീറിപ്പോകും. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകർന്നാൽ ആ വീഞ്ഞ് നഷ്ടപ്പെട്ടു പോകും. സ്തോത്രം. രാത്രിയിൽ യോബിനോട് ജീവിതത്തിൽ യോ പറയുക, എന്റെ ഉള്ളം അടച്ചു വെച്ച വീഞ്ഞ് പോലെ ഇരിക്കുന്നു. ഒതുക്കപ്പെട്ട ചില മേഖലകൾ നിന്നെ ജീവിക്കുവാൻ അനുവദിക്കയില്ല എന്ന വാദഗതി പറഞ്ഞ, നിന്നെ ദേശത്ത് പാർപ്പിക്കയില്ല എന്ന വാദഗതി പറഞ്ഞ, എന്റെ വീട്ടിനകത്ത് നിനക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞ, ആമേൻ, അടച്ചു വെച്ച ചില മേഖലകൾ, നിനക്ക് ലഭിക്കുന്ന ചില നന്മകളെ ഒതുക്കി വെച്ച ചില മേഖലകൾ ഇന്ന് രാത്രി കർത്താവ് പറയുക, യോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്റെ ഉള്ളം അടച്ചു വെച്ച വീഞ്ഞ് പോലെ ഇരിക്കുന്നു, അത് പുതിയ തുരുത്തിയിൽ ഹല്ലേലൂയ എന്ന പോലെ പൊട്ടുമാറാക്കുന്നു. സ്തോത്രം. അടച്ചു വെച്ചൊരു വിഷയം, ഒതുക്കി വെച്ചൊരു വിഷയം, മറഞ്ഞിരിക്കുന്ന വിഷയം ഇന്ന് രാത്രി അടപ്പ് നീങ്ങുവാൻ പോകുക. ഈ 2025 7ാമത്തെ മാസം, അല്ലയോ സഹോദര, അല്ലയോ സഹോദരി, നിന്റെ വിഷയത്തിന്റെ ചില അടപ്പുകൾ വെച്ചിരിക്കുക. അതിന്റെ തടസ്സമായി, ഭാവിക്ക് വിരോധമായി, ആമേൻ ഹല്ലേലൂയ, നിന്നെ അടച്ചു വെച്ച ചില മേഖലകൾ സ്വർഗം തുറന്നു വിടുവാൻ പോകുക. യോ പറയുക,
എന്റെ ഉള്ളം ഞാൻ അടച്ചു വെച്ചിരിക്കുക വീഞ്ഞു പോലെ ഇരിക്കുന്നു. എവിടെയൊക്കെയോ കുത്തുവെച്ച വാക്കുകൾ, ഭാര്യയിൽ നിന്ന്, കൂട്ട് സഹോദരന്മാരിൽ നിന്ന് അവൻ നീറുന്ന വാക്കുകൾ, കുത്തുവാക്കുകൾ. ഹല്ലേലൂയ. ഇന്നലകളിൽ തന്നെ മഹാധനികനായി കണ്ടവർ, ഇന്നലകൾ തന്നോടൊപ്പം ആരാധിച്ചവർ, ഇന്നലകൾ അവൻ സ്തോത്രം ഇയ്യോബിനോട് കൂടെ ഇരുന്നു. പക്ഷേ ഹല്ലേലൂയ കഷ്ടത വന്നപ്പോൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ എല്ലാവരും അകന്നു പോകുവാനിടയാക്കുന്നു. അവരുടെ മുമ്പിൽ മാന്യ നഷ്ടപ്പെട്ടവനായി, ഒന്നിനും കൊള്ളാത്തവനായി ആൾ തീർന്നപ്പോൾ ഇയ്യോബ് പറയുക, ഞാൻ അടച്ചു വെച്ചിരിക്കുന്ന ഒരു പുതിയ തുരുത്തിയെ പോലെയാകുന്നു. സ്തോത്രം. എന്റെ ആ പുതിയ തുരുത്തി ഹല്ലേലൂയ പൊട്ടിയാൽ, അത് പൊട്ടുമാറായാൽ ഹല്ലേലൂയ അതിനകത്തുള്ള വീഞ്ഞിന് പുറത്തു വരും. അവൻ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിന്റെ അനുഭവങ്ങൾ നിന്നുകൊണ്ട് അവൻ ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവൻ വിമ്മിട്ടത്തോടുകൂടെ ഇന്ന് രാത്രി ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ദൈവമേ എന്റെ നീറുന്ന വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുവാൻ പോകുക. എല്ലാവരും പടഞ്ഞാട്ടെ, എല്ലാവരും പടഞ്ഞാട്ടെ. ഹല്ലേലൂയ. യേശുനാമത്തിൽ, യേശുനാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ചില വിമ്മിട്ടങ്ങൾ നീങ്ങുവാൻ പോകുക, ചില വിമ്മിട്ടങ്ങൾ നീങ്ങുവാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു?